എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് MSNSML മൊഡ്യൂൾ 3 ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. നമ്മൾ ഓൾറെഡി ഫ്രിക്ഷൻ്റെ കേസുകളൊക്കെ മനസ്സിലാക്കിയതാണ്. ഇനി ആ കേസ് പ്രകാരം നമ്മൾ കേസ് പറഞ്ഞാൽ ഇതാണ്. ഇവിടെ ആദ്യം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ഫസ്റ്റ് 2 ഫിഗർ കാണാൻ കഴിയുന്നത് നമ്മളൊരു ഒബ്ജക്റ്റ് ഒരു ഹൊറിസോണ്ടൽ സർഫസിൽ അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ നമ്മൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സമയത്ത് ഫ്രിക്ഷണൽ ഫോഴ്സും അതോടൊപ്പം തന്നെ മറ്റു പല ഫോഴ്സുകളും എങ്ങനെയാണ് ആക്ട് ചെയ്യുക എന്നുള്ളതിൻ്റെ 2 കേസാണ് ഈ കാണുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ 2 കേസ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ടോട്ടൽ 6 കേസ് ഉണ്ട്. 2 കേസ്, അത് കഴിഞ്ഞാൽ 3, 4, 5, 6. അപ്പം നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിലെ 6 കേസും അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ പ്ലെയിനിലെ ഈ 2 കേസും വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. എങ്കിലേ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പം അതെല്ലാവരും ബൈഹാർട്ടിനേക്കാൾ നല്ലത് ലോജിക്കലി അത് വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ എളുപ്പമാണ്. എന്ന് മറന്നുപോയാൽ രണ്ടാമത് റീകോൾ ചെയ്യാനും എളുപ്പമായിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വ്യക്തമായിട്ട് സംസാരിച്ചതാണ്. ഓരോ സമയത്തും ഇപ്പോൾ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിൽ ആ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ ഒരു കണ്ടീഷനിൽ 2 കേസ് ഉണ്ടാവും. എന്താ? ഒന്ന് സ്ലൈഡ് അപ്പും ഒന്ന് സ്ലൈഡ് ഡൗണും, അല്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം കേട്ടോ. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ശ്രദ്ധിച്ച് കേൾക്കുക. വളരെ ഈസി ആയിട്ടുള്ള ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ. അതിൽ നമ്മളെപ്പോഴും ഒരു പ്രോബ്ലം ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ 1 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഒരു പ്രോബ്ലം ചെയ്യേണ്ട സമയത്ത്, ഒരു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിങ്ങനെ പ്രൊസീജിയറായിട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിലായതുകൊണ്ട് നിങ്ങളെ മാക്സിമം ഇത് മനസ്സിലാക്കിപ്പിക്കണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു പ്രൊസീജിയർ പോലെ പഠിപ്പിക്കുന്നത്. ഇത് എന്താ അങ്ങനെ പറയാൻ കാരണം വെച്ചാൽ, ഇത് പ്രൊസീജിയറാണെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞാൽ ഇത് വലിയൊരു സംഭവമാണെന്ന് ചിലർക്ക് തോന്നും. വലിയ സംഭവമൊന്നുമല്ല, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കിത് സംഭവം തോന്നുന്നത് നമ്മുടെ പേടി കാരണമാണ്. പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളതൊക്കെ ആ പേടിയുടെ അപ്പുറത്തുണ്ട്. അപ്പോൾ പേടിയെ വകവെക്കാതെ വളരെ കൂളായിട്ട് ധൈര്യത്തോട് കൂടിയിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ കാര്യം, ഫൈൻഡ് ഔട്ട് ദ ടൈപ്സ് ഓഫ് പ്ലെയിൻ. ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അതിന് തിരഞ്ഞെടുക്കേണ്ടത് ഈ ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നത്, ഏത് തരത്തിലുള്ള പ്രതലത്തിലാണ്, ഏത് തരത്തിലുള്ള പ്ലെയിനിലാണ്, സർഫസിലാണ് ഇരിക്കുന്നത് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. അതായത് 2 തരം പ്ലെയിന് മാത്രമേ ഉള്ളൂ. ഒന്ന് ഹൊറിസോണ്ടലും ഒന്ന് ഇൻക്ലൈൻഡും, അല്ലേ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കടാ? ഇങ്ങനെ ആയിരിക്കും. ഇൻക്ലൈൻഡ് എന്ന് പറഞ്ഞാലോ ചെരിഞ്ഞിട്ടായിരിക്കും. ഇൻക്ലൈൻഡ് ചെരിഞ്ഞ് കിടക്കുമ്പോൾ ഒരു ബേസൊക്കെ വേണമെന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഒരു ആംഗിളൊക്കെ ഉണ്ടാവും എന്നൊക്കെ പഠിച്ചിരുന്നു, അല്ലേ? അപ്പോൾ സർഫസ് അല്ലെങ്കിൽ പ്ലെയിന് ഏത് തരമാണ് എന്നുള്ളത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താ പറയാൻ കാരണം വെച്ചാൽ, നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ പ്ലെയിൻ എന്ന് വിചാരിക്കാം കേട്ടോ. ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ ഓർ ഇൻക്ലൈൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണോ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണോ എന്ന് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾ ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെന്ന് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുക. പ്രോബ്ലത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ എത്ര കേസേ ഉണ്ടാവുള്ളൂ? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കേസുകൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് മാത്രം നോക്കിയാൽ മതി? ഈ 2 മാത്രം നോക്കിയാൽ മതി. ഇതിലേതെന്ന് പിന്നെ സെലക്ട് ചെയ്യണം. ഹൊറിസോണ്ടൽ പ്ലെയിൻ ഒന്നതും മാത്രമേ ഉള്ളൂ. ഇനി അഥവാ ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെങ്കിലോ ഒന്നുകിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം, അല്ലെങ്കിൽ ഇതാവാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഏത് തരത്തിലുള്ള പ്ലെയിൻ ആണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി രണ്ടാമത്തെ ഒരു കേസ് വരുന്നത്, മേക്ക് ഷുവർ ദ കേസ് ഇഫ് ദ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ്. അപ്പോൾ നേരത്തെ പറഞ്ഞു പ്ലെയിന് ഹൊറിസോണ്ടൽ ആവാം, ഇൻക്ലൈൻഡ് ആവാം. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ഈ രണ്ടാമത്തെ പോയിന്റ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അഥവാ ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ ഇൻക്ലൈൻഡ് കേസിൽ മാത്രം പറയുന്നത്, ഇൻക്ലൈൻഡ് ആണെങ്കിൽ ഏതാണ് കേസ് എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കണം. ഏതാണ് കേസ് മീൻസ് സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ എന്താ, ആദ്യം ഹൊറിസോണ്ടൽ ആണോ ഇൻക്ലൈൻഡ് ആണോ മനസ്സിലാക്കണം. ഇൻക്ലൈൻഡ് ആണെങ്കിൽ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇഫ് ദ പ്ലെയിൻ ഈസ് ഇൻക്ലൈൻഡ്, പ്ലെയിൻ ഇൻക്ലൈൻഡ് ആണെങ്കിൽ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ എന്ന് മനസ്സിലാക്കണം. അണ്ടർസ്റ്റുഡ്?
മൂന്നാമത്തെ പോയിന്റ് ദ വേ ഓഫ് ഫോഴ്സ് ആക്ടിങ്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഫോഴ്സാണ് അതിൽ ആക്ട് ചെയ്യുന്നത്, ഏത് തരത്തിലുള്ള ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സ് ഈ 8 കേസിൽ, ഇംഗ്ലൈൻ്റെ 6 കേസ്, ഹൊറിസോണ്ടൽ 2 കേസ്, ഇങ്ങനെ 8 കേസിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഒന്നുകിൽ പാരലൽ ടു ദി പ്ലെയിൻ ആണ്, പ്ലെയിനിന് പാരലൽ ആയിരിക്കും, അല്ലെങ്കിൽ ഇൻക്ലൈൻ ടു ദി പ്ലെയിൻ ആണ്, പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ പാരലൽ ടു ദി ബേസ് ആണ്. ഇത് ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വരുന്നതാണ്, പാരലൽ ടു ദി ബേസ് ആണ്. ഈ മൂന്ന് കേസിലല്ലാതെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൽ ഏത് കേസാണ് എന്നും നിങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യാം, വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഏതാണ് ഇപ്പോൾ നിങ്ങൾ ഒരു 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 വസ്തുവിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു വസ്തുവിനെ, ഒരു ഒബ്ജക്റ്റിനെ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു? ഹൊറിസോണ്ടൽ. കയറ്റത്താണെങ്കിൽ അത് ഇൻക്ലൈൻഡാണ്, പ്ലെയിൻ ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ അത് ഹൊറിസോണ്ടലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പ്രാക്ടിക്കലി സംസാരിക്കുകയാണ്. ഇനി അഥവാ ഇൻക്ലൈൻഡ് ആണെങ്കിൽ നിങ്ങൾ മുകളിലേക്ക് വലിച്ചു കയറ്റുകയാണോ, അല്ലെങ്കിൽ നാറാണത്തെ ഭ്രാന്തൻ്റെ മാതിരി മുകളിൽ നിന്ന് ആ കല്ല് താഴേക്ക് ഉരുട്ടി വിടുകയാണോ? അല്ലേ, സ്ലൈഡ് ഡൗൺ. ഇത് സ്ലൈഡ് അപ്പ്, വലിച്ച് മുകളിലേക്ക് ഉന്തി കയറ്റുന്നത് സ്ലൈഡ് അപ്പ്, താഴേക്ക് ഉരുട്ടി വിടുന്നത് സ്ലൈഡ് ഡൗൺ. ഏതാ കേസ് എന്ന് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു ഒബ്ജക്റ്റ് ഉന്തി നീക്കാൻ ഉപയോഗിക്കുന്ന ഫോഴ്സ് ഏത് തരത്തിലുള്ളതാണ്? ടൈപ്സ് ഓഫ് ഫോഴ്സ് ആക്ടിങ്, ദ വേ ഓഫ് ഫോഴ്സ് ആക്ടിങ്. ഏത് തരത്തിലാണ്, ഏത് വഴികളിലൂടെയാണ്, ഏത് രൂപത്തിലാണ് ആ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ഒന്ന് പാരലൽ ടു ദി പ്ലെയിൻ, പ്ലെയിനിന് പാരലലാണോ നോക്കുക. ഇൻക്ലൈൻ ടു ദ പ്ലെയിൻ, പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണോ ശ്രദ്ധിക്കുക. ദെൻ പാരലൽ ടു ദി ബേസ്, ബേസിന് പാരലലാണോ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ 9 കേസിൽ ഇതിലേതാണെന്ന് മനസ്സിലാവും. ഓക്കെ, ഇതിലൊക്കെ ഏതാണ് എന്നുള്ളത് ഒറ്റയടിക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ റൈറ്റ് ഡൗൺ ചെയ്യണം. എവരിബഡി പ്ലീസ് പുട്ട് ഡൗൺ ദീസ് ഡീറ്റെയിൽസ് ഇൻ ടു യുവർ ബുക്ക്. ഓക്കെ, അത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ഒരു സൈഡിൽ എഴുതി വെക്കുക. ഇനി അടുത്തൊരു കാര്യം, ഇങ്ങനെ ഇപ്പോൾ ഇത്രയും ഒന്നാമത്തെ ഈ ഒരു കാര്യത്തിലൂടെ പോയപ്പോൾ മനസ്സിലായി 8 കേസിൽ ഏത് കേസാന്ന് മനസ്സിലാവും അല്ലേ. നമുക്ക് 8 ആപ്പിൾ വെച്ചിരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. അതിൽ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട ആപ്പിൾ ഏതാണ്, അല്ലെങ്കിൽ നമ്മൾ പ്രോബ്ലം ചെയ്യേണ്ട കേസ് ഏതാണെന്ന് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും വഴികളിലൂടെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബുദ്ധിയിലൂടെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിലൂടെ ഇത്രയും കാര്യങ്ങൾ ഓടണം. അങ്ങനെ കേസ് കണ്ടെത്തി കഴിഞ്ഞാൽ അടുത്ത പരിപാടി റിസോൾവ് ദ ഫോഴ്സസ്. ഫോഴ്സസിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുമായിരിക്കും ചിലവർ, എന്താണ് ഈ ഫോഴ്സിനെ റിസോൾവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ പറഞ്ഞുതരാം. അതിന് മുമ്പ് തിയറി സംസാരിക്കുകയാണ്. റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ. അതായത് ആദ്യം നിങ്ങൾ റിസോൾവ് ചെയ്യേണ്ടത് പ്ലെയിനിന് അലോങ് ആയിട്ടുള്ള, പ്ലെയിനിലൂടെയുള്ള ഫോഴ്സിനെ, അലോങ് ദ പ്ലെയിൻ എന്നാണ്, പ്ലെയിനിലൂടെയുള്ള ഫോഴ്സിനെയാണ് നിങ്ങൾ റിസോൾവ് ചെയ്യേണ്ടത്. ഞാൻ ഈ പറഞ്ഞതൊരു ടെക്നിക്കൽ ടേമാണ്, പക്ഷേ ഈ ബ്രാക്കറ്റിൽ കൊടുത്തുള്ളത് അത് എക്സാമിന് എഴുതൊന്നും ചെയ്യരുത്, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എഴുതുക. ഒന്നുമില്ല, ഫോഴ്സസ് ടു ദ ലെഫ്റ്റ് ഇസ് ഈക്വൽ ടു ഫോഴ്സസ് ടു ദ റൈറ്റ്. അതായത് ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്. അതാണ് റിസോൾവ് ദ ഫോഴ്സ് അലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്, ലെഫ്റ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഫോഴ്സ്. റിസോൾവ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ. പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സിനെ ആക്ട് ചെയ്യാനാണ് രണ്ടാമത്തെ നമ്മുടെ ഒരു പ്രൊസീജിയർ. ഈ പ്രോബ്ലം ചെയ്യാനുള്ള ഒന്നത് ചെയ്യാം. എന്താണ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ? ഫോഴ്സസ് ടു ദി അപ്പ്, ഫോഴ്സസ് ടു ദി ഡൗൺ. അതായത് മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത് ഈ ബ്രാക്കറ്റിലല്ലാത്ത റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ എന്നും റിസോൾവ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്നുമാണ് നിങ്ങൾ എക്സാമിന് എഴുതേണ്ടത്. അപ്പോൾ എക്സാമിന് പ്രോബ്ലം ചെയ്യുമ്പോൾ എങ്ങനെ എഴുതുക? റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ എഴുതിയിട്ട് നിങ്ങൾ എന്താ കണ്ടുപിടിക്കാം? ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഒക്കെ എടുത്ത് എഴുതിയിട്ട് ഇസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ് എഴുതുക. നമുക്കതെങ്ങനെ നോക്കാം. എന്നാൽ നിങ്ങൾക്കതൊരു ഐഡിയ കിട്ടും. നമുക്കൊരു സിമ്പിളായിട്ടുള്ള ഒരു ഭാഗം നോക്കാം. നമുക്ക് ഈ ഒരു ഫോഴ്സ് നോക്കാം. ഓക്കെ, ഈ ഫോഴ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഇൻക്ലൈൻഡ് ഫോഴ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഇപ്പോൾ ഈ പി കോസ് തീറ്റ, പി സൈൻ തീറ്റ എന്നുള്ളത് ഈ പി എന്നുള്ള ഫോഴ്സിൻ്റെ 2 കമ്പോണൻ്റാണ്. അതിന് കാരണം പി ഇൻക്ലൈൻഡ് ആയതുകൊണ്ടാണ്.
പി എന്നുള്ള ഫോഴ്സ് തീറ്റ ആംഗിൾഡ് ഇൻക്ലൈൻഡ് ആയതുകൊണ്ടാണ് പി കോസ് തീറ്റയും പി സൈൻ തീറ്റ എന്നുള്ള ഈ പീനെ രണ്ടാക്കി മുറിച്ചത്. ഇങ്ങനെ രണ്ടാക്കി മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഈ പി എന്നുള്ളത് കൺസിഡർ ചെയ്യാൻ പാടില്ല ഫോഴ്സസ് റിസോൾവ് ചെയ്യുമ്പോൾ. പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ആദ്യം എന്താ പഠിച്ചത്, റിസോൾവ് ദ ഫോഴ്സസ് എലോങ് ദ പ്ലെയിൻ അല്ലേ. എലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ് അല്ലേ. മുകളിലേക്കുള്ള ഫോഴ്സ് എലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ളതല്ല, റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്. അത് ഇങ്ങോട്ടും പറയാം. ഓക്കെ, ലെഫ്റ്റ് ഈസ് ഈക്വൽ ടു റൈറ്റ് അങ്ങനെ പറഞ്ഞു എലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ കേസ് എന്തായിരുന്നാ, ഞാൻ വീണ്ടും ആ സ്ലൈഡിലേക്കൊന്ന് മൂവ് ചെയ്യാണ്. ആദ്യത്തെ കേസ് എന്തായിരുന്നു, റിസോൾവ് ദ ഫോഴ്സസ് എലോങ് ദ പ്ലെയിനാണ്, അതായത് ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ലെഫ്റ്റിലേക്കുള്ള എലോങ് ദ പ്ലെയിനെ നോക്കുകയാണ്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഏതാ, ഒന്ന് ഉണ്ട്, എഫ് ഉണ്ട്. പിന്നെ ആരെങ്കിലും ഉണ്ടോ ലെഫ്റ്റിലേക്ക്, ഇല്ല. ഇത് പി ഒക്കെ റൈറ്റിലേക്കാണ് അല്ലേ. എഫ് ഈ സൈഡ് ആ സൈഡ് എന്നല്ല കേട്ടോ, ലെഫ്റ്റ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് റൈറ്റ് ഡയറക്ഷനിലേക്കുള്ള ഫോഴ്സ് അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഒന്നാരാ, എഫ് ഉണ്ട് അല്ലേ. അപ്പോൾ എഫ്. ഇനി ആരെങ്കിലും ഉണ്ടോ ലെഫ്റ്റിക്ക്, ഇല്ല. അപ്പോൾ ആരും ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, ഈക്വൽ ടു. എന്ത് കൊടുക്കുക, ഈക്വൽ ടു. ഇനി റൈറ്റിലേക്കുള്ള ഫോഴ്സ് ആരാ അവിടെ ഉള്ളത്, പി കോസ് തീറ്റ. അപ്പോൾ എന്ത് കൊടുക്കുക, പി കോസ് തീറ്റ. ഓക്കെ, ഇനി റൈറ്റിലേക്ക് വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ, ഇല്ല. അത്രേ ഉള്ളൂ. അപ്പോൾ ഫോഴ്സ് അലോങ് ദ പ്ലെയിൻ, പ്ലെയിനിലൂടെയുള്ള ഫോഴ്സ് നമ്മൾ റിസോൾവ് ചെയ്തു. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്. ഇനി ഫോഴ്സ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ, പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സിനെ നമ്മൾ റിസോൾവ് ചെയ്യുകയാണെങ്കിൽ, പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണത്, മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. ഫോഴ്സസ് ടു ദി അപ്പ് ഇസ് ഈക്വൽ ടു ഫോഴ്സസ് ടു ദി ഡൗൺ. നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ ഫോഴ്സസ് ടു ദി അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ള ഫോഴ്സ് ഏതൊക്കെ, ഒന്ന് ആരുണ്ട്, ആറുണ്ട് അല്ലേ. മുകളിലേക്കുള്ള ഫോഴ്സ് ആറുണ്ട്. സോ ആർ. ഇനി മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ നോക്ക്, ഡബ്ല്യു താഴേക്കാണ്, അതാ പി സൈൻ തീറ്റ മുകളിലേക്കാണ്. അപ്പോൾ എന്ത് കൊടുക്കണം, അടുത്ത് മുകളിലേക്കുള്ളത് പ്ലസ് കൊടുക്കുക കേട്ടോ, പി സൈൻ തീറ്റ. ഇനി മുകൾക്ക് ആരെങ്കിലും ഉണ്ടോ, ഇല്ല. അപ്പോൾ എന്ത് കൊടുക്കുക, ഈക്വൽ ടു. ഇനി താഴേക്കുള്ള ഫോഴ്സ് ആര് മാത്രമേ ഉള്ളൂ, ഡബ്ല്യു മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് കൊടുക്കുക, ഇസ് ഈക്വൽ ടു ഡബ്ല്യു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മളിപ്പോൾ എഫ് കൺസിഡർ ചെയ്തു, പി കോസ് തീറ്റ കൺസിഡർ ചെയ്തു, ആർ കൺസിഡർ ചെയ്തു, പി സൈൻ തീറ്റ കൺസിഡർ ചെയ്തു, ഡബ്ല്യു കൺസിഡർ ചെയ്തു. പക്ഷെ ഇത് കൺസിഡർ ചെയ്തിട്ടില്ല. ഇത് കൺസിഡർ ചെയ്യാതിരിക്കാനുള്ള കാരണം ഇത് പ്ലെയിനിന് പാരലലോ പ്ലെയിനിന് പെർപെൻഡിക്കുലറോ അല്ല, ഇൻക്ലൈൻഡ് ആണ്. ഇങ്ങനെ ഇൻക്ലൈൻഡ് ആണെങ്കിൽ ആ ഇൻക്ലൈൻഡ് ഫോഴ്സിന് രണ്ട് കമ്പോണൻ്റ് ഉണ്ട്, ഒന്നാണ് പി കോസ് തീറ്റയും പി സൈൻ തീറ്റയും. നമ്മൾ ഇത് പരിഗണിക്കുന്നതിന് പകരം ഇതും പരിഗണിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എഴുതി വെക്കാനുള്ള മറ്റൊരു പോയിന്റ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇൻക്ലൈൻഡ് ഫോഴ്സാണ് വരുന്നതെങ്കിൽ ആ ഇൻക്ലൈൻഡ് ഫോഴ്സിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, നമുക്ക് മറ്റൊരു കേസും കൂടെ ഒന്ന് നോക്കി നോക്കല്ലേ, ഇൻക്ലൈൻഡ് സർഫസിൻ്റെ വേണ്ടി നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്, ലോജിക്കലാണ്, അല്ലാതെ ഇതിൽ വലിയൊരു സംഭവങ്ങളൊന്നും ഒളിഞ്ഞു കിടക്കുന്നില്ല. നമുക്ക് ഈ ഒരു കേസ് നോക്കാം. ഈ ഒരു കേസിൽ ആദ്യം എന്തായാലും നമ്മൾ റിസോൾവ് ചെയ്യേണ്ടത്, റിസോൾവ് ദ ഫോഴ്സസ് എലോങ് ദ പ്ലെയിൻ വിച്ച് മീൻസ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്. എങ്ങനെ കൊടുക്കുക, ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഒന്ന് പറഞ്ഞടാ. ലെഫ്റ്റിലേക്ക് ഒന്നാരുണ്ട്, എഫ് ഉണ്ട് അല്ലേ, എഫ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സിൽ ഒന്നാരുണ്ട്, എഫ് ഉണ്ട്. ഇനി ആരെങ്കിലും ഉണ്ടോ നോക്കി നോക്ക്, എഫ് ഉണ്ട്. ഇനിയിപ്പോൾ ആരാ ഉള്ളത്, ഡബ്ല്യു സൈൻ ആൽഫ ഉണ്ട്. നമുക്ക് ഡബ്ല്യു സൈൻ ആൽഫയുടെ ആരോ ലെഫ്റ്റിലേക്കാണ് അല്ലേ, ഡബ്ല്യു സൈൻ ആൽഫ. അപ്പോൾ എന്ത് കൊടുക്കുക, അതിൻ്റെ കൂടെ പ്ലസ് കൊടുത്തിട്ട് കൊടുക്കുക, ഡബ്ല്യു സൈൻ ആൽഫ. ഇനി എന്തെങ്കിലും ഉണ്ടോ, ഇനിയില്ല, ഇനി എവിടെയില്ല. അപ്പോൾ എന്ത് കൊടുക്കുക, ഈക്വൽ ടു. ഇനി റൈറ്റിലേക്കുള്ള ഫോഴ്സ് ആരുണ്ട്, ഒന്ന് പി ഉണ്ട് അല്ലേ. റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഒന്ന് പി, ഈക്വൽ ടു എന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ എഴുതേണ്ടത്, പക്ഷേ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റുന്നത്, പി. ഇനി ആരെങ്കിലും ഉണ്ടോ റൈറ്റിലേക്ക്, ആരുമില്ല അല്ലേ. അപ്പോൾ അതോടെ കഴിഞ്ഞു. ഇനി റിസോൾവ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഫോഴ്സുകളെ നമ്മൾ എന്ത് ചെയ്യാണ്, റിസോൾവ് ചെയ്യണം. പെർപെൻഡിക്കുലർ എന്നാൽ മുകളിലേക്കുള്ള ഫോഴ്സ് ഇസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്.
മുകളിലേക്കുള്ള ഫോഴ്സ് ഏതൊക്കെയാണ്? മുകളിലേക്കുള്ള ഫോഴ്സ് നോക്കി നോക്ക്. മുകളിലേക്ക് ആരുണ്ട്? 6 ഉണ്ട്. അപ്പോൾ എന്ത് കൊടുക്കാം? 6. ഇനി മുകളിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. മുകളിലേക്ക് വേറെ ഫോഴ്സ് ഒന്നുമില്ല. പിന്നെ നമുക്ക് താഴേക്കുള്ളൂ അല്ലേ? മുകളിലേക്ക് കഴിഞ്ഞാൽ ഇനി മുകളിലേക്ക് ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ എന്ത് കൊടുക്കുക? ഒരു പ്ലസ് കൊടുത്തിട്ട് എഴുതുക. ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക? ഈക്വൽ ടു. ഇനി റൈറ്റിലേക്ക് ചാടി, സോറി ഇത് മുകളിലേക്കാണ്, ഇനി താഴേക്ക് ചാടി. താഴേക്ക് ചാടുമ്പോൾ താഴേക്കുള്ള ഫോഴ്സ് ഏതാ? W cos alpha. W cos alpha. അപ്പോൾ നമ്മൾ രണ്ട് ഫോഴ്സ് എന്ത് റിസോൾവ് ചെയ്തു. ഇനി ഇതിലൊക്കെ എന്ത് ചെയ്യുക? വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള രീതികൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കി. ഇതിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിട്ടില്ല? ഈ W കൺസിഡർ ചെയ്തിട്ടില്ല. കാരണം W കൺസിഡർ ചെയ്യാനുള്ള കാരണം ഈ W പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണ്. ഈ പ്ലെയിനിന് ഇൻക്ലൈൻഡ് ആണ്. W ഇരിക്കുന്ന പ്ലെയിനിൽ ഇൻക്ലൈൻഡ് ആണ്. ഇൻക്ലൈൻഡ് ആണെങ്കിൽ നമുക്കറിയാം അതിനൊരു വെർട്ടിക്കൽ കമ്പോണൻറ്റും ഒരു ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും ഉണ്ടാവും. നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ടുള്ളതല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടലാണ് കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ചില ആൾക്കാർ ഈ W താഴേക്കാണ് നിർത്തി എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതും. അതാണ് പറഞ്ഞത്, ഒരിക്കലും ഇൻക്ലൈൻഡ് ഫോഴ്സ് ചെയ്തരുത്. ആ ഇൻക്ലൈൻഡ് ഫോഴ്സ് മുഖാന്തരം ഉണ്ടാവുന്ന ഹൊറിസോണ്ടലും വെർട്ടിക്കലും ആയിട്ടുള്ള കമ്പോണൻ്റ് ആണ് എഴുതേണ്ടത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. പോയിന്റ് നിങ്ങളുടെ മൈൻഡിലുണ്ടായിരിക്കണം. നിങ്ങളെ മുൻകാലങ്ങളിൽ നമ്മുടെ MSN പഠിപ്പിക്കുന്ന സമയത്ത് പല വിദ്യാർത്ഥികളും ചെയ്തിരുന്ന ഒരു തെറ്റ് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. അത് തെറ്റല്ല, അത് യഥാർത്ഥത്തിൽ അതൊരു ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്. അറിയാത്തതുകൊണ്ടല്ല, ഇത്ര എഴുതിയൊരു വ്യക്തിക്ക് അത് അറിയാതിരിക്കാനൊന്നും ചാൻസ് ഇല്ല. പക്ഷെ ശ്രദ്ധ എന്നുള്ള സാധനം വളരെ കുറഞ്ഞതുകൊണ്ട്, അത് വലിയൊരു ഇഷ്യൂ ആക്കാത്തതുകൊണ്ടാണ് ഈ വിഷയം വരുന്നത്. അപ്പോൾ നമ്മൾ 2 കേസ്, ഒന്നാമത്തെ കേസ് പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ 8 കേസ് ഉണ്ട് അല്ലേ? 8 കേസിൽ ഏത് കേസാണെന്ന് ചൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയും പോയിന്റിലൂടെ കടന്നു പോവുക. എവിടെ ഇരിക്കുന്നത്? ഇൻക്ലൈൻഡ് ആണെങ്കിൽ സ്ലൈഡ് അപ്പ് ആണോ സ്ലൈഡ് ഡൗൺ ആണോ, ഏത് രൂപത്തിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ വലിയ സംഭവമാക്കി പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഫോഴ്സുകൾ റിസോൾവ് ചെയ്യാനാണ് ചെയ്യേണ്ടത്. എന്താ റിസോൾവ് ചെയ്യേണ്ടത്? റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ. അലോങ് ദ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്. റിസോൾവ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ രണ്ടാമത്തെ പോയിന്റാണ്. അതായത് മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. സംഭവത്തിലുള്ളൂ. ഇനി നമുക്ക് ഏതൊക്കെ ഇക്വേഷൻസ് വേണം? ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആ കേസിൻ്റെ അവസാനം P ഈസ് ഈക്വൽ ടു കുറേ ഇക്വേഷൻസ് ഉണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണാൻ പഠിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ പഠിച്ചാൽ നല്ലതാണ്. അഥവാ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. പക്ഷെ എന്നാലും നമുക്ക് കുറച്ച് ഇക്വേഷൻസ്, 2 ഇക്വേഷൻസ് നമ്മുടെ മൈൻഡിൽ വേണം. ഏതാണ്ട് ഇക്വേഷൻസ് നമ്മൾ പഠിച്ചതാണ്. ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ടൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു. F ഈസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു R. F എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷണൽ ഫോഴ്സാണ്. മ്യൂ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്, യൂണിറ്റ് ഇല്ല. R എന്ന് പറഞ്ഞാൽ റിയാക്ഷണൽ ഫോഴ്സാണ്. രണ്ടാമത്തെ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. tan phi is equal to mu. tan phi എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആണ്, മ്യൂ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ ഈ 2 ഇക്വേഷനും നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഓക്കെ, ഇക്വേഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം കേട്ടോ. പ്രോബ്ലത്തിലേക്ക് കടക്കാം. 2019 റിവിഷൻ 2015 ഏപ്രിൽ 2019 റിവിഷൻ 2015 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, എ ബ്ലോക്ക് ഓഫ് വെയ്റ്റ് 60 ന്യൂട്ടൺ, 60 ന്യൂട്ടൺ ഭാരമുള്ള ഒരു ബ്ലോക്ക്, ഒരു കഷ്ണം, ഒരു വസ്തു, റസ്റ്റിംഗ് ഓൺ എ റഫ് ഹൊറിസോണ്ടൽ സർഫസ്. റഫ് ഹൊറിസോണ്ടൽ സർഫസ്. അപ്പോൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഫൈൻഡ് ഔട്ട് ദ പ്ലെയിൻ, ഹൊറിസോണ്ടൽ ആണോ ഇൻക്ലൈൻഡ് ആണോ എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ചോദ്യം വായിക്കുമ്പോൾ എന്താ? റഫ് ഹൊറിസോണ്ടൽ സർഫസ് ആണ്. അതായത് നമ്മുടെ പ്ലെയിൻ ഏതാണ്? ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, ഇൻക്ലൈൻഡ് പ്ലെയിൻ അല്ല. റഫ് ഹൊറിസോണ്ടൽ സർഫസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമുക്ക് ഏത് കേസ് മാത്രം ഇനി ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ബാക്കിയൊക്കെ പോയി അല്ലേ? ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഈ കേസൊക്കെ പോയി, ഇതൊക്കെ ഇൻക്ലൈൻഡ് ആണ്. ഇത് രണ്ടും മാത്രം ഹൊറിസോണ്ടൽ ഉള്ളൂ. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൽ ഏതോ ഒന്നാണ്. ഇനി ഇതൊന്നും ആവശ്യമില്ല, കാരണം ഇതൊക്കെ ഇൻക്ലൈൻഡാ. ഇനി ഹൊറിസോണ്ടൽ മാത്രം നോക്കിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതിൽ പ്രോബ്ലത്തിൽ ഹൊറിസോണ്ടൽ, അപ്പോൾ ഹൊറിസോണ്ടൽ സർഫസ് ആണെന്ന് മനസ്സിലായി. ഇവിടുത്തെ വെയിറ്റ് എത്രയാണ്? 60 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം എന്താ? വെയിറ്റ് W is equal to 60 ന്യൂട്ടൺ എഴുതി. ഇനി അടുത്തത്, ദ കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ ദ ബ്ലോക്ക് ആൻഡ് സർഫസ് ഈസ് 0.6. അതായത്
നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ബ്ലോക്കും അതിരിക്കുന്ന സർഫസും തമ്മിലുള്ള കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ 0.6 ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ നമ്മൾ എഴുതുക എന്താ, മ്യൂ എന്ന് വെച്ചിട്ടാണ് അല്ലേ. മ്യൂ is equal to 0.6. മ്യൂവിന് കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷന് ഇനി യൂണിറ്റ് ഇല്ല, അതുകൊണ്ടാണ് യൂണിറ്റ് എഴുതാത്തത്. ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് വിച്ച് ആക്ട് ഓൺ ദ ബ്ലോക്ക് അറ്റ് എൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ വിൽ കോസ് ദ ബ്ലോക്ക് സ്ലൈഡ്. അതായത് ഫൈൻഡ് ദ ലീസ്റ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തിനു വേണ്ടിയിട്ട്, ഈ ബ്ലോക്ക് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി, ആ ബ്ലോക്ക് നമുക്ക് വലിച്ച് നീക്കാൻ വേണ്ടി എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. പക്ഷേ ആ ഫോഴ്സിന് പ്രത്യേകത ഉണ്ട്. അത് എങ്ങനെ ആക്ട് ചെയ്യുന്നത്, വിച്ച് ആക്ട് ഓൺ ദ ബ്ലോക്ക് അറ്റ് എൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടലുമായിട്ട് അല്ലേ, പ്ലെയിനുമായിട്ട് ഹൊറിസോണ്ടലുമായിട്ട് 60 ഡിഗ്രിയിൽ അത് ആക്ട് ചെയ്യുന്നുണ്ട്. അതായത് ഫോഴ്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത്. പി ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഫോഴ്സ് എത്ര ആംഗിളിലാണ്, 60 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. ഫോഴ്സിൻ്റെ ആംഗിൾ നമ്മൾ കാണുക തീറ്റ ഉപയോഗിച്ചിട്ടാണ്. സോ തീറ്റ is equal to 60 ഡിഗ്രി. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഈ ഫോഴ്സ് ആംഗിൾഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏത് കേസ് ആയിരിക്കും ആലോചിച്ച് നോക്കി. നമ്മൾ ആദ്യം ഏതാണ് സർഫസ് എന്ന് മനസ്സിലാക്കി, ഹൊറിസോണ്ടലാണെന്ന് മനസ്സിലാക്കി, ഏതൊക്കെ തരത്തിലാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് മനസ്സിലാക്കി. ഫോഴ്സ് ഏതിലാണ്, ഇൻക്ലൈൻ ടു ദി പ്ലെയിൻ ആണ്. അപ്പോൾ ഏത് കേസ് ആയിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഏത് പ്ലെയിൻ ആയിരിക്കും? ഓക്കെ, ഇത് ഹൊറിസോണ്ടലാണ്. പക്ഷെ ഇവിടെ ഫോഴ്സ് പാരലലാണ്. ഇവിടുത്തെ ഫോഴ്സ് എന്താണ്, ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ചോദ്യത്തിൽ നമുക്ക് ആംഗിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഏതാണ് കേസ്, ഇതാണ് കേസ്. മനസ്സിലായോ? അപ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതിൽ ഏതാണ് ആ കേസ് എന്ന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊന്ന് മൈൻഡിലൂടെ പാസ് ചെയ്താൽ മതി. എങ്ങനെയാണ്, ഏത് സർഫസിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, രണ്ടാമത്തെ കാര്യം എങ്ങനെയാണ് അതിൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഇനി അഥവാ ഇൻക്ലൈൻഡ് സർഫസ് ആണെങ്കിൽ സ്ലൈഡ് അപ്പോ സ്ലൈഡ് ഡൗൺ ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അപ്പോൾ അതിൽ ഇതാണ് നമ്മളെ ഫോഴ്സ് അപ്ലൈഡ് അറ്റ് എൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടലായിട്ട് ഫോഴ്സ് തീറ്റ ആംഗിൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലുള്ള കേസാണിത്. അപ്പോൾ ഈ ഫിഗറാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വരച്ച് വെക്കേണ്ടത്. ഈ ഫിഗറിൽ ഈ W 60 ന്യൂട്ടനാണ്, പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, തീറ്റ 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്കൊരു വാല്യൂ കൊടുക്കണം, 60 ഡിഗ്രി നമുക്ക് കൊടുക്കണം. ഓക്കെ, ഇവിടെ W ഉണ്ട്, ഇവിടെ R ഉണ്ട്. നോക്കാം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം എങ്ങനെ പ്രോബ്ലം ചെയ്യാന്നുള്ളത് നോക്കാം. ഓക്കെ, നേരെ പ്രോബ്ലത്തിലേക്ക് പോവാണ്. പ്രോബ്ലം എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു, ഒന്ന് റിസോൾവ് ദ ഫോഴ്സസ് ആണ് അല്ലേ. ഫോഴ്സിന് റിസോൾവ് ചെയ്യലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോഴ്സിന് റിസോൾവ് ചെയ്യുമ്പോൾ ഒന്നെന്തായിരുന്നു, റിസോൾവ് ദ അലോങ് ദ പ്ലെയിൻ, ഇത് റിസോൾവ് പെർപെൻഡിക്കുലർ ടു ദി പ്ലെയിൻ ആണ്. പിന്നെ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്ത് മറന്നു പോകരുത്, നിങ്ങളുടെ കയ്യിൽ വേണം. നോക്കാം, ഇതിൽ കൊടുത്തിട്ടുണ്ട് വെയിറ്റ് ഓഫ് ദ ബ്ലോക്ക് ഈസ് W is equal to 60 ന്യൂട്ടൺ. ഓക്കെ, നമുക്ക് തന്ന വാല്യൂസ് എടുത്ത് എഴുതാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ മ്യൂ is equal to 0.6. ഇൻക്ലിനേഷൻ ഓഫ് ഫോഴ്സ് വിത്ത് ഹൊറിസോണ്ടൽ തീറ്റ is equal to 60 ഡിഗ്രി. ഇത്രയും ഫോഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ലെറ്റ് P be the least force required to cause sliding. The force acting on the body are shown in the figure. അതായത് നമുക്ക് P ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ ഒന്ന് ഫിഗറിൽ നിന്ന് മനസ്സിലാക്കാം. ഇതാണ് ആ ഫിഗർ അല്ലേ. നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചു, ആ ഒരു ഒബ്ജക്റ്റിൻ്റെ വെയിറ്റ് താഴേക്കുണ്ട്, വെയിറ്റ് നേരെ താഴേക്കായിരിക്കും. R എന്തായിരിക്കും, ഏത് സർഫസിലാണ് ഇരിക്കുന്നത് അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ സർഫസിൽ W ഉം R നേർക്ക് നേരെ ആയിരിക്കും. ഹൊറിസോണ്ടൽ സർഫസിൽ ഇൻക്ലൈൻഡ് അങ്ങനെയല്ല അല്ലേ, നമുക്ക് മനസ്സിലാക്കിയ കാര്യമാണ്. പിന്നെ P എന്നുള്ള ഫോഴ്സ് 60 ഡിഗ്രിയിലാണ് ആക്ട് ചെയ്യുന്നത്. F ലെഫ്റ്റിലേക്കുണ്ട്, കാരണം ഈ ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത് റൈറ്റിലേക്കാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, ഇത് റൈറ്റിലേക്കാണ് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എങ്ങനെ മനസ്സിലായി എന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടാവും അല്ലേ. അതിന് പ്രോബ്ലത്തിലേക്ക് നമ്മൾ സാധാരണഗതിയിൽ ഫൈൻഡ് ഔട്ട് ദ ലീസ്റ്റ് ഫോഴ്സ് ആക്ട് ഓൺ ദ 60 ഡിഗ്രി വിത്ത് ഹൊറിസോണ്ടൽ വിൽ കോസ് ദ ബ്ലോക്ക് ടു സ്ലൈഡ്. അതായത് നമ്മൾ ഈ ഒരു ഹൊറിസോണ്ടൽ പ്രോബ്ലംസ് ഒക്കെ ആണെങ്കിലും, ഹൊറിസോണ്ടൽ പ്രോബ്ലംസ് ആണെങ്കിൽ നിങ്ങളത് അല്ലാതെ ബോധടിയേണ്ട ആവശ്യമില്ല. അതെപ്പോഴും എന്തായിരിക്കും, റൈറ്റിലേക്ക് പിടിച്ച് വലിക്കുന്ന ഒരവസ്ഥയിലായിട്ടാണ് എപ്പോഴും പ്രോബ്ലം ചോദിക്കാറുള്ളത്. ഓക്കെ, ശരിക്കും ഇത് പ്രോബ്ലത്തിൽ പറയണം, ഇങ്ങോട്ടാണോ അങ്ങോട്ടാണോ തള്ളുന്നത് എന്ന് പറയണം. എങ്ങോട്ടാണ് പുഷ് ചെയ്യുന്നത്, പുള്ളിയാണോ പുഷിയാണോ എന്ന് പറയണം. പുള്ള് കാരണം എന്താ, റൈറ്റിലേക്ക് പുള്ള് കാരണം റൈറ്റിലേക്ക് വലിക്കുക എന്നാണ്, ലെഫ്റ്റിലേക്ക് പുള്ള് കാരണം ലെഫ്റ്റിലേക്ക് വലിക്കുക എന്നാണ്. അത് പറയണം ശരിക്കും. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഏത് ദിശയിലേക്കാണ് എന്ന് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്, എന്ത് ചെയ്താൽ മതി, അത് റൈറ്റിലേക്ക് പുള്ളി ചെയ്യാണ് എന്നുള്ള ഒരു കേസിലേക്ക് നിങ്ങൾ അങ്ങനെ മാറി അതൊരു എന്താ പറയുക, അതൊരു
ജനറലായിട്ടുള്ളൊരു കാര്യമാണ്, വേറൊന്നുമല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ വന്നു, മനസ്സിലായി. ഇനി ഒന്നാമത്തെ പരിപാടി എന്താ? റിസോൾവ് ദ ഫോഴ്സസ് ആണ്. അപ്പോൾ റിസോൾവ് ദ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ വിച്ച് മീൻസ് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ്, അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഫോഴ്സസ്. രണ്ടും ചെയ്യാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് റൈറ്റ് സൈഡിലേക്കുള്ള ഫോഴ്സസ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിലുള്ള ഫോഴ്സാണ്. റൈറ്റ് സൈഡിലേക്ക് ഏതാ ഉള്ളത്? ഒന്ന് P-cos 60 ഉണ്ട്, P-cos 60. ഇനി എന്തെങ്കിലും ഉണ്ടോ റൈറ്റിലേക്ക്? ഒന്നുമില്ല അല്ലേ, ഇവിടെ ഒന്നുമില്ല. അതില്ലാത്തതുകൊണ്ട് ഈക്വൽ ടു എന്തോർത്തു? ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എഫ് കൊടുത്തു. അപ്പോൾ P-cos 60 ഈസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടി. അതിൽ cos 60 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക. cos 60 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. പിന്നെ എന്തുണ്ട്? പി ഉണ്ട്. അപ്പോൾ 0.5 ഇൻറ്റു പി ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. എഫ് എന്ന് പറഞ്ഞാൽ ഒരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇക്വേഷൻ? മ്യൂ ഇൻറ്റു ആർ അല്ലേ? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. നമ്മൾ ഇവിടെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, മ്യൂ ഇൻറ്റു ആർ അല്ലേ? അപ്പോൾ ഈ ഇക്വേഷനിൽ എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? മ്യൂ ഇൻറ്റു ആർ എന്ന് കൊടുക്കാം. അതാണ് ഇവിടെ കൊടുത്തത്. മ്യൂ എന്ന് പറഞ്ഞാൽ 0.6 ആണ്, 0.6 ഇൻറ്റു ആർ. അത് ഒന്നാമത്തെ ഒരു ഇക്വേഷൻ നമ്മളവിടെ നോട്ട് ചെയ്ത് വെച്ചു. രണ്ടാമത്തെ കേസ് എടുക്കണം. രണ്ടാമത്തെ കേസ് എടുക്കുമ്പോൾ റിസോൾവ് ദ ഫോഴ്സസ് അലോങ് ദ പ്ലെയിൻ ചെയ്തു. ഇനി റിസോൾവ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ചെയ്യണം. അത് നമ്മൾ ഇവിടെ ചെയ്തു തരാം. കാരണം ഇത് നേരെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവണമെന്നില്ല. ഇതെങ്ങനെ ഇതിലേക്ക് എത്തി എന്നുള്ളത് പറഞ്ഞുതരാം. റിസോൾവ് ദ ഫോഴ്സസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ആണ്. മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. അല്ല, താഴേക്കുള്ള ഫോഴ്സ് മുകളിലേക്കുള്ള ഫോഴ്സ് ഈക്വൽ ടു മുകളിലേക്കുള്ള ഫോഴ്സ് എന്നോ പറയാം. ഓക്കെ, അപ്പോൾ അതിൽ താഴേക്കുള്ള ഫോഴ്സ് ഏതാ? എങ്ങനെ എടുക്കാം കേട്ടോ. മുകളിലും താഴെയും വിഷയമല്ല. അപ്പായാലും ഡൗൺ ആണെങ്കിലും എങ്ങനെ വേണം എടുക്കാം. താഴേക്കുള്ള ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഏതാ ഉള്ളത്? ഡബ്ല്യു ഉണ്ട് അല്ലേ? ഡബ്ല്യു താഴേക്കുള്ള ഫോഴ്സ് ഡബ്ല്യു. പിന്നെ എന്തെങ്കിലും ഉണ്ടോ താഴേക്ക്? ഇല്ല. ഇപ്പോൾ എന്ത് കൊടുക്കുക? ഈക്വൽ ടു കൊടുക്കുക. പിന്നെ മുകളിലേക്കുള്ള ഫോഴ്സ് എന്താ ഉള്ളത്? P-sin 60. മുകളിലേക്കുള്ള ഫോഴ്സ് എന്താണ്? P-sin 60. ഇനി മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ആരുണ്ട്? ആറുണ്ട്. ഇപ്പം എന്ത് കൊടുക്കുക? പ്ലസ് ആർ. ഇനി മുകളിലേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനിയൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടിയാൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ P-sin 60 പ്ലസ് ആർ. പക്ഷെ ഇവിടെ കാണുന്നത് P-sin 60 ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. അതായത് ഈ P-sin 60 ഇവിടുന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ പ്ലസ് P-sin 60 ആണ്, ഇങ്ങോട്ട് വന്നപ്പോൾ എന്തായി? മൈനസ് ആയി. അപ്പോൾ W മൈനസ് P-sin 60 എന്നായി. ഇങ്ങനെ W അവിടെ ഉണ്ട്. ഈ പ്ലസ് P-sin 60 സമത്തിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പോൾ മൈനസ് P-sin 60 എന്നായി. ഈക്വൽ ടു ഞാൻ ആരുള്ളത് അപ്പുറത്ത്? ആറ് മാത്രമേ ഉള്ളൂ അല്ലേ? ഇസ് ഈക്വൽ ടു ആറ് എന്നായി. അപ്പോൾ W മൈനസ് P-sin 60 ഇസ് ഈക്വൽ ടു ആർ. W മൈനസ് P-sin 60 ഇസ് ഈക്വൽ ടു ആർ. എന്തിനങ്ങനെ ചെയ്തെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും, പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിൽ എന്തിനങ്ങനെ ചെയ്തതെന്ന് മനസ്സിലാവും, പറഞ്ഞുതരാം. നമ്മൾ ചെയ്തത് ഇപ്പോൾ ഡബ്ല്യുവിൻ്റെ വാല്യൂ കൊടുക്കുകയാണ്. എത്ര? 60 അല്ലേ? W 60 ആണ്. P നമുക്കറിയില്ല, കണ്ടുപിടിക്കേണ്ടതാണ്. sin 60 എന്ന് പറഞ്ഞാൽ 0.866 എന്നാണ്. അപ്പോൾ P-sin 60 എന്നുള്ളത് എന്തായി മാറും? 0.866 P എന്നായി മാറും. പിന്നെ എന്താ ഉള്ളത്? ആറാണ് ഇവിടെ ഉള്ളത്. ആറ് അങ്ങനെ എഴുതി. അപ്പോൾ ഇങ്ങനെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതിയത്. ഇപ്പോൾ R ഈസ് ഈക്വൽ ടു ആണ് ഈ രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. R ഈസ് ഈക്വൽ ടു ആണ് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. ഇനി ഫ്രം 1 and 2, അതായത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഇക്വേഷൻ, ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് വിചാരിച്ചോട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ രണ്ടാമത്തെ ഇക്വേഷൻ നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും. ഒന്നാമത്തെ ഇക്വേഷൻ എന്താ? 0.5p ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു ആർ. 0.5p ഈസ് ഈക്വൽ ടു 0.6 ഇൻറ്റു ആർ. ഈ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഈ ആർ ഈസ് ഈക്വൽ ടു ഈ വാല്യൂ കൊടുക്കാം അല്ലേ? ഇതെന്താ? 60 മൈനസ് 0.86 ഇൻറ്റു പി ഈസ് ഈക്വൽ ടു ആർ എന്നാണ്. അപ്പോൾ ഈ ആറിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? ഇത്രയും ഭാഗം കൊടുക്കാം. കൊടുത്തൂടെ? എന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ഭാഗം കൊടുക്കാം ആറിൻ്റെ സ്ഥാനത്ത്.
അപ്പോൾ നമുക്ക് ഈ ഒന്നാമത്തെ ഇക്വേഷനിൽ 0.5p ഇൻറ്റു 0.6 ഇൻറ്റു ആർ എന്നുള്ളത് ഈ ആറിൻ്റെ സ്ഥാനത്ത് ഞാൻ ഈ റൗണ്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് 0.5p is equal to 0.6 ഇൻറ്റു ആറിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുത്തു 60 മൈനസ് 0.86p. ആറിൻ്റെ സ്ഥാനത്ത് കൊടുക്കാൻ കാരണം r ഈസ് ഈക്വൽ ടു എന്നുള്ളതാണ്, മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് റീഅറേഞ്ച് ചെയ്യാം അല്ലേ. 0.5p അവിടെ ഉണ്ട്. ഈ 0.6 ഇൻറ്റു 60 എത്ര 36 മൈനസ് 0.6 ഇൻറ്റു 0.86 ഇൻറ്റു p എന്ത് വരും 0.196p വരും. അപ്പോൾ ഇവിടെയും പി ഉണ്ട്, ഇവിടെയും പി ഉണ്ട് അല്ലേ. അപ്പോൾ പി ഉള്ളതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റുക. എങ്ങനെ ചെയ്യാം, ഇതിൽ ഫുൾ കാൽക്കുലേഷൻസ് ഇതിലില്ല, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. എവിടെ മുതൽ ഇവിടെ മുതൽ ഇതിന് ശേഷമുള്ള കേട്ടോ, ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് എത്തി. ഇനി ഇതിന് ശേഷമുള്ള കാര്യങ്ങളാണ് നോക്കും. സിമ്പിളാണ്, വലിയ സംഭവമൊന്നുമല്ല. 0.5p അതവിടെ ഉണ്ട്. ഇനി ഈ പീനെ ഇങ്ങോട്ട് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇവിടെ മൈനസ് 0.5196 എന്നുള്ള ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി മാറും. പ്ലസ് 0.5196p is equal to ഇനി എന്ത് മാത്രമേ ഉള്ളൂ 36 മാത്രമേ ഉള്ളൂ അവിടെ. 36 കാരണം മറ്റേ സൈഡിലേക്ക് പോകുന്നില്ലേ, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നില്ലേ. ഇനി സുഖമല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇത് രണ്ടും ആഡ് ചെയ്യാം. രണ്ടും ആഡ് ചെയ്താൽ 0.5ഉം 0.5ഉം ഏതാണ്ട് 1 സംതിങ് വരും. ഓക്കെ, 1.196 ഒക്കെ വരും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വാല്യൂ കിട്ടും. ഒരു വാല്യൂ ഇപ്പോൾ ഇങ്ങനെ 1 ആണെന്ന് വിചാരിക്കുക. അത് 1 അല്ല, അത് നിങ്ങൾ ആഡ് ചെയ്യുക കേട്ടോ. 1 അല്ല. അപ്പോൾ 1p is equal to 36 എന്ന് കിട്ടി വിചാരിച്ചോ. ഇനി p is equal to എന്ത് വേണ്ടി വരും, ഈ 1നെ പുറത്ത് കൊണ്ടുവരണം. അപ്പോൾ 36/1 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു വാല്യൂ വരും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും ചെയ്തിട്ട് രണ്ടും ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 സംതിങ് ആയിട്ട് ഒരു വാല്യൂ വരും. ഇൻറ്റു പി എന്ന് വരും. അതിന് 36 ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്. ഇപ്പോൾ ഇതിൽ 0.5p ആണ്. 0.5p പ്ലസ് 0.5196 ആണ്. ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും നോക്കാം. നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. എത്ര വരും 0.5 പ്ലസ് 0.5196 എത്ര വരും 1.0196 വരും. ഓക്കെ, 1.0196 വരും. ബാക്ക് ടു ദി ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ എന്ത് വന്നു 1.0196 വന്നു. അവിടെ എഴുതുകയാണ്, ശ്രദ്ധിച്ചോ. എത്ര വരുന്നു അപ്പോൾ മറന്നു പോകരുത് കേട്ടോ. ഈ പീനെ ലെഫ്റ്റിലേക്ക് കൊടുന്നപ്പോൾ 0.5p പ്ലസ് 0.5196p ആയി. രണ്ടും ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 1.0196p is equal to പിന്നെ ആരുള്ളത് 36. ഇനി പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പി is equal to ഓൾറെഡി ആരുണ്ട് 36 ഉണ്ട്. ഈ 1.0196 എന്നുള്ളത് പി ആയിട്ട് ഗുണിക്കണം എന്നാണ് അല്ലേ, ഇൻറ്റു എന്നാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും ഡിവൈഡ് ആവും, ഹരിക്കണം എന്നാവും. സോ ഡിവൈഡഡ് ബൈ എന്തായി 1.0196 ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത് രണ്ടും ചെയ്താൽ എന്ത് കിട്ടും 35.31 കിട്ടും. ഓക്കെ, 35.31 കിട്ടും. അപ്പോൾ ഇത് മനസ്സിലാക്കാം. ഈ രൂപത്തിലാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചു നോക്ക്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷന് നമ്മൾ ഏതെങ്കിലും ഇക്വേഷൻ കാണാതെ പഠിച്ചോ? ഇല്ല, നമ്മൾ ഇക്വേഷനൊന്നും കാണാതെ പഠിച്ചിട്ടില്ല. നമ്മൾ ഫോഴ്സ് മാത്രം റിസോൾവ് ചെയ്ത് ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു റൈറ്റിലേക്കുള്ള ഫോഴ്സ്, മുകളിലേക്കുള്ള ഫോഴ്സ് ഈസ് ഈക്വൽ ടു താഴേക്കുള്ള ഫോഴ്സ്. ഇതിനെങ്ങനെ അറേഞ്ച് ചെയ്തിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്.
ആകെ ഉപയോഗിച്ച ഇക്വേഷൻ ഏതായിരുന്നു? ഇതാ ഈ ഒരു ഇക്വേഷൻ ആയിരുന്നു. ഏതെന്ന് ഇക്വേഷൻ? എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ. എഫ് ഇസ് ഈക്വൽ ടു മ്യൂ ഇൻറ്റു ആർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ചു. അതേപോലെ ഭാവിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഇക്വേഷനാണ് ടാൻ ഫൈ ഇസ് ഈക്വൽ ടു മ്യൂ. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ നിങ്ങൾ കേസിനെ പറ്റി ധാരണ ഉണ്ടെങ്കിൽ ഫോഴ്സിനെ റിസോൾവ് ചെയ്തിട്ട് ഫ്രിക്ഷൻ്റെ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ. പക്ഷേ ഫ്രിക്ഷൻ്റെ പ്രോബ്ലം നമുക്ക് ഈസിയാണെന്നുള്ള വാക്ക് ഞാൻ നിരന്തരം ഉപയോഗിക്കാനുള്ള ഒരു കാരണം ബൈ പ്രാക്ടീസിങ് ആണ്. ബൈ പ്രാക്ടീസിലൂടെ മാത്രമേ ഞാൻ ഈ ഈസി എന്നുള്ള വാക്ക് നിങ്ങൾക്ക് അത് യഥാർത്ഥത്തിൽ ഈസിയായി മാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ കേസുകളിലൂടെ കടന്നു പോകണം. ആ കേസുകൾ നിങ്ങൾ മനസ്സിലാക്കണം. ആ കേസ് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ആ കേസുകളെ പറ്റി ഒന്നും കൂടെ മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക. എന്നിട്ട് ഇനി നാളെ മുതൽ ഞാൻ 1-2 പ്രോബ്ലം കൂടെ ചെയ്യും നമ്മുടെ ഈ ഒരു ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ പ്രോബ്ലംസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നിങ്ങളെ കയ്യിൽ ഈ ഒരു കേസ് ഉണ്ടായിരിക്കണം. അത് ഒരു നോട്ട്ബുക്കിൽ ആ കേസ് കൃത്യമായിട്ട് നിങ്ങൾ എഴുതണം. ഓക്കെ. അത് ഞാനൊരു അസൈൻമെൻറ്റ് തരുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് തരാം, ഈ വീഡിയോയിലല്ലാതെ തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ക്ലാസ് മനസ്സിലാക്കിയെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുക, നല്ല രൂപത്തിൽ പഠിക്കുക. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ എഫക്റ്റീവായിട്ടും ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.